നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റോയി. നമ്മളിന്ന് നോക്കുന്നത് ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാ ഇൻവെർട്ടറും അതേപോലെ തന്നെ സോളാർ ഇൻവെർട്ടറും ഹൈബ്രിഡ് ഇൻവെർട്ടറും ഈ 3 തരം ഇൻവെർട്ടറുകളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളൊരു വിഷയവും അതേപോലെ തന്നെ നമ്മളൊരു സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിനെ നമുക്ക് സോളാറാക്കി മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ സോളാർ പാനലിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഒരു സോളാർ ഇൻവെർട്ടറാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിരവധി ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ ഒരു സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സാധാരണ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിൽ ഞാനത് ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ KCB ലൈനിൽ നിന്ന് വരുന്ന, അതായത് 230 വോൾട്ടാണ് നമ്മുടെ KCB ലൈൻ വരുന്ന ആ വോൾട്ടിനെ, അല്ലെ 230 വോൾട്ട് AC വരുന്നതിനെ നമ്മൾ DC ആക്കിയിട്ട് നമ്മുടെ 12 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്കോ അല്ലെങ്കിൽ 24ൻ്റെ അല്ലെങ്കിൽ ഏത് ബാറ്ററിയാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ബാറ്ററിക്കകത്തേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. DC ആക്കി നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ബാറ്ററി ബാക്കപ്പ് അത് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് KCB ലൈൻ ഏത് സമയത്തെങ്കിലും കട്ടായി പോയാൽ, അതായത് നമുക്ക് കറണ്ട് കട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ലൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മുടെ KCB ലൈൻ നമുക്ക് നഷ്ടപ്പെട്ടാൽ ഈ ബാറ്ററിയിൽ സേവ് ചെയ്തിരിക്കുന്ന ഈ 12 വോൾട്ട് DC, ഹൈ ആംപിയറിലുള്ള DCനെ നമുക്ക് ആ കറണ്ട് പോകുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് AC 230 വോൾട്ട് ആക്കിയിട്ട് നമ്മുടെ ലൈനിലേക്ക് കടത്തി വിടുകയും അതിനോടൊപ്പം തന്നെ നമ്മളുടെ ആ ഇൻവെർട്ടർ കണക്റ്റ് ആയിരിക്കും അതായത് നമ്മുടെ KCB ലൈനുമായിട്ട് നമ്മുടെ ഇൻവെർട്ടർ കണക്റ്റ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ ലൈനെ നമ്മളുടെ ഇൻവെർട്ടറിനുള്ളിൽ നിന്നും അത് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു റിലേ ഉപയോഗിച്ചിട്ടാണ്, റിലേ സ്വിച്ച് ഉപയോഗിച്ച്, ഓട്ടോമാറ്റിക് റിലേ സ്വിച്ച് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് സുഗമമായ രീതിയിൽ നമുക്ക് സാധാരണ വൈദ്യുതി ഉള്ളതുപോലെ തന്നെ വൈദ്യുതി ലഭിക്കുന്നു. ഇതാണ് ഒരു സാധാരണ ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു പ്രവർത്തനം. ഇത്രയും മാത്രമേ അതിനകത്ത് വർക്കിംഗ് ആയിട്ടുള്ളൂ. പിന്നെ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് വരുന്ന സമയത്ത് അത് വീണ്ടും നമുക്ക് ആ എന്തുമാത്രം ചാർജ് അപ്പോൾ അരമണിക്കൂറാണ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തതെങ്കിൽ ആ അരമണിക്കൂർ സമയത്തേക്കുള്ള ആ എന്തുമാത്രം നമ്മൾ അതിൽ നിന്ന് ഉപയോഗിച്ചോ അത്രമാത്രം വൈദ്യുതി ആ ബാറ്ററിയിലേക്ക് വീണ്ടും ശേഖരിക്കുക അല്ലെങ്കിൽ ചാർജ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം അത് വീണ്ടും ഓഫായി വീണ്ടും കറണ്ട് പോകുന്ന ആ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്യും. അതാണ് സാധാരണ ഇൻവെർട്ടറുകളുടെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ഇത് ഓഫാകുന്ന സമയത്ത് നമ്മളുടെ ഈ റിലേ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ KCB ലൈനിലേക്ക് ഈ സപ്ലൈ കയറി ഏതെങ്കിലും രീതിയിൽ പോകുവാൻ സാധ്യതയുണ്ടോ എന്ന് പലരും എന്നോട് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ക്ലിയർ വരുത്താൻ വേണ്ടി ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. നമ്മളുടെ ഇൻവെർട്ടറിനകത്തുള്ള ആ റിലേ സംവിധാനം, അതായത് KCB ലൈനിനെയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ വൈദ്യുതിയും തമ്മിൽ വിച്ഛേദിക്കുന്ന ആ റിലേ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലും ഒരു കാരണവശാലും നമുക്ക് നമ്മളുടെ ഇൻവെർട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് KCB ലൈനിലേക്ക് പോവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ KCB ലൈനിൽ കിടക്കുന്ന ആ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട് ഏത് ലൈനിലാണോ കണക്റ്റ് ആയിരിക്കുന്നത് ആ ലൈനിൽ കണക്റ്റ് ആയിരിക്കുന്ന എല്ലാ വീടുകളും, അതുപോലെ ആ എല്ലാ വീട്ടിലെയും എല്ലാ ലോഡുകളും നമ്മുടെ ഇൻവെർട്ടറിലേക്ക് വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി റിലേ എന്തെങ്കിലും കത്തി ഷോർട്ടാകുമോ അങ്ങനെയൊക്കെ വന്നാലെന്നാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്നാലും ഈ ഫുൾ ലൈനിലുള്ള ആ സംഭവം മൊത്തം, അതായത് ചിലപ്പോൾ 5000 വാട്ടോ 10000 വാട്ടോ 20000 വാട്ട്സോ ഒക്കെ ആയിരിക്കും മൊത്തം എല്ലാ വീട്ടിലും അങ്ങനെ കൂടുമ്പോഴത്തേക്കും വരുന്ന ഫുൾ വാട്ട്, അത് ഫുള്ള് നമ്മളുടെ ഈ ഇൻവെർട്ടറിലേക്ക് കണക്റ്റ് ആകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ കണക്റ്റ് ആയിരിക്കുന്ന ഉറപ്പായിട്ട് നമ്മുടെ ഇൻവെർട്ടർ ഓവർലോഡായി പോകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ ഓവർലോഡിനൊരു കംപ്ലയിൻറ്റ് വരികയാണ്, നമ്മുടെ ഇൻവെർട്ടറിനകത്ത് ഓവർലോഡിനൊരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ചില ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഓവർലോഡിനൊരു കംപ്ലയിൻറ്റ് വന്നു, ഓവർലോഡ് കട്ട് ഓഫ് ആകാതെ വന്നാലും സംഭവിക്കും. അങ്ങനെ ഓവർലോഡ് കട്ട് ഓഫ് ആകാതെ വന്നാലും ഈ ഓവർലോഡ്, അതായത് 10000 വാട്ട്സ് 15000 വാട്ട്സ് നിൽക്കുന്ന ആ ലൈനിലേക്ക് നമ്മളുടെ ഇൻവെർട്ടർ കണക്റ്റ് ആയാൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻവെർട്ടറിൻ്റെ മോസ്ഫെറ്റും ട്രാൻസ്ഫോർമറും ഇതൊക്കെ കത്തിപ്പോവുകയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഒരു കാരണവശാലും അങ്ങനെ KCB ലൈനിലേക്ക് ഇൻവെർട്ടറിൽ നിന്ന് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും വൈദ്യുതി പ്രവഹിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒത്തിരി ആളുകൾ നമ്മളോട് ഈ ഒരു വിഷയം ചോദിച്ചതുകൊണ്ട് ഇതിനോടുകൂടി ആഡ് ചെയ്ത് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ഇൻവെർട്ടർ എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പം ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് ഒരു സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഒരു സാധാ ഇൻവെർട്ടർ തന്നെയാണ് ഈ സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സാധാ ഇൻവെർട്ടറിനകത്തുള്ള എല്ലാ വർക്കിങ്ങുകളും ഈ സോളാർ ഇൻവെർട്ടറിനകത്ത് ഉണ്ടാവും. പിന്നെ അതിൽ നിന്നും അഡീഷണലായിട്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പം സോളാർ ഇൻവെർട്ടറിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് സാധാരണ സോളാർ ഇൻവെർട്ടറും രണ്ട് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറും എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സോളാർ ഇൻവെർട്ടറുകളെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ
അതിനകത്ത് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം, അതായത് ഒരു 3000 വാട്ട് 5000 വാട്ടൊക്കെ ചെയ്യുന്ന ഈ ബാറ്ററി ഇല്ലാത്ത ഗ്രിഡ് ടൈ എന്ന് പറയുന്നത് നമ്മൾ കെ സി ബിയിലേക്ക് സപ്ലൈ വിൽക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ കെ സി ബിയിലേക്ക് കറണ്ട് വിൽക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാണ് നമ്മളിപ്പം ഈ ഗ്രിഡ് ടൈ എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിന് അത് ഉപയോഗിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഹൈബ്രിഡ് ഉണ്ട്. അത് വേറൊരു സിസ്റ്റമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ സിസ്റ്റം, 2, 3, 4 ബാറ്ററികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ 2, 3 പാനലുകളൊക്കെ വെച്ചിട്ടോ ഉപയോഗിക്കുന്ന ചെറിയ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഓഫ് ഗ്രിഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സോളാർ ഇൻവെർട്ടറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ സോളാർ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഏകദേശം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ സോളാർ ഹൈബ്രിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കറണ്ടിലും ചാർജ് ചെയ്യാം, സോളാറിലും ചാർജ് ചെയ്യാം. ഇത് രണ്ടും പോകുന്ന ആ ഒരു രീതിയിലുള്ളതിനെയാണ് സോളാർ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് കൊടുക്കുന്നത്. അപ്പം സാധാരണ ഏതൊരു സോളാർ ഇൻവെർട്ടർ ആണെങ്കിലും അതിനകത്ത് നമ്മൾ ഹൈബ്രിഡ് ആണത്. കാരണം നമുക്ക് ലൈനിൽ നിന്ന് അത്യാവശ്യം വന്ന ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ എല്ലാ സോളാർ ഇൻവെർട്ടറുകളും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സോളാർ ഹൈബ്രിഡ് തന്നെയാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമുക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറും സോളാർ ഇൻവെർട്ടറും 2 ഓപ്ഷനായിട്ട് മാത്രമേ തിരിച്ചാൽ മതി. ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത് തന്നെ വരുന്നതാണ്. അല്ലെങ്കിൽ സോളാർ ഹൈബ്രിഡ് തന്നെയാണ് സോളാർ ഇൻവെർട്ടർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ സോളാർ ഇൻവെർട്ടറിനകത്ത് പ്രധാനമായിട്ടും വരുമ്പോൾ അതിനകത്തൊരു ചാർജ് കൺട്രോളർ ആണ് അതിനകത്ത് ഈ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. അപ്പോൾ ഈ ചാർജ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് ഇൻബിൽറ്റായിട്ട് വരുമ്പം പലതരത്തിലുള്ള ചാർജ് കൺട്രോളർ ഉണ്ടാവും. അപ്പം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് MPPT ഉണ്ടാവും, അതുപോലെ തന്നെ PWM ഉണ്ടാവും, സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളർ, ഇങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻവെർട്ടറിനുള്ളിൽ തന്നെ ഇൻബിൽറ്റായിട്ട് ചാർജ് കൺട്രോളർ ഉള്ള ഇൻവെർട്ടറുകൾ നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ആഫ്റ്റർ സർവീസിലും ഏത് രീതിയിലാണെങ്കിലും നമുക്കിപ്പോൾ ഒരു പവർ കുറച്ച് പാനലിന് കൂട്ടണം, നമുക്ക് ബാറ്ററി കുറച്ചുകൂടി കൂട്ടി വെച്ചതിന് ശേഷം കൂടുതൽ പവറുള്ള പാനലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള വാങ്ങിച്ചാൽ നമുക്കത് പിന്നെ അതിനെ മാറ്റി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ അല്ലാതെ വേണ്ടി, അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളറൊക്കെ ഇതിനകത്ത് ചിലപ്പം വരുന്നത് ഞാൻ കാണിച്ചിരുന്നുണ്ടോ, ഇത് ഇത്രയുള്ള ചെറിയൊരു കാർഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളർ എന്ന് പറയുന്നതിൻ്റെ കാർഡ്. അപ്പോൾ ഇത്രയും ചെറിയ സംഭവം, വളരെ ചെറിയ ചീപ്പായിട്ടുള്ള ഈ സംഭവമൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ നമുക്കത് ഇൻബിൽറ്റ് ആകുമ്പോൾ അതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ഇൻബിൽറ്റ് ചാർജ് കൺട്രോളർ ഉണ്ടല്ലോ എന്ന് കരുതി ഇൻവെർട്ടർ വാങ്ങിക്കും, പക്ഷേ നിങ്ങൾക്കത് വലിയ നഷ്ടം സംഭവിക്കും. അത് നമുക്ക് യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്ത ഒരു ചാർജ് കൺട്രോളറായിട്ട് അല്ലെങ്കിൽ സംവിധാനമായിട്ടത് മാറുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. കൊണ്ട് ഇൻബിൽറ്റ് ചാർജ് കൺട്രോളർ ഉള്ളത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. MPPT പുറത്ത് വലുത് വയ്ക്കുക, നല്ലതൊരെണ്ണം വയ്ക്കുക. നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് എത്ര പാനൽ വേണമെങ്കിലും പിന്നെ അഡീഷൻ നമുക്ക് ചേർക്കുകയോ എന്ത് കാര്യം ചെയ്യുന്നതിനും MPPT പുറത്ത് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം ആ സോളാർ ഇൻവെർട്ടറിൽ നിന്നും MPPT ഒഴിവാക്കിയുള്ളത് തന്നെ വാങ്ങിക്കുക, അത് ശ്രദ്ധിക്കുക. അപ്പോൾ സോളാർ ഇൻവെർട്ടർ വരുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോളാർ ഇൻവെർട്ടറിൻ്റെ അകത്ത് നമ്മൾ ഈ പാനലിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ള ഒരു കണക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ടർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് പാനലിൽ സപ്ലൈ വന്നിരുന്നത് നമുക്ക് നമ്മുടെ സോളാർ ഇൻവെർട്ടറിനുള്ളിലുള്ള പ്രോഗ്രാം ICക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ആ സംഭവം. അപ്പോൾ അത് ഈ സോളാർ ഇൻവെർട്ടറിൽ സാധാരണ രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അതുവഴിയാണ് നമുക്ക് അതിനകത്ത് സോളാർ സപ്ലൈ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇൻവെർട്ടർ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ അഡീഷണലായിട്ട് 2 സ്വിച്ചുകളുണ്ടാവും ഈ സോളാർ ഇൻവെർട്ടറിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ ഓണാക്കാൻ വേണ്ടി ഒരു ഓൺ ഓഫ് സ്വിച്ച് എപ്പോഴും എല്ലാ ഇൻവെർട്ടറിലും ഉണ്ടല്ലോ, അതിന് പുറമെ വേറെ 2 സ്വിച്ച് കൂടി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രിഡ് ചാർജിങ്, അതായത് നമുക്ക് ഏതെങ്കിലും കാരണവശാൽ സോളാറിൽ നിന്നുള്ള ചാർജിന് വലിയ മേഘമുള്ള കാലാവസ്ഥയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് സോളാറിൽ നിന്നുള്ള സപ്ലൈ വളരെ കുറവാണ്, നമുക്ക് കുറച്ച് ഗ്രിഡിൽ നിന്നുകൂടി ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അപ്പം എന്തെങ്കിലും ബാറ്ററിയിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു സ്വിച്ച് വഴി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രിഡിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ഗ്രിഡിൽ നിന്നും ചാർജ് കയറുകയില്ല. സോളാറിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടും, അത് മാത്രമേ നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. ഗ്രിഡ് ഫുള്ളായിട്ടും ഓഫായിരിക്കും ആ സ്വിച്ച് ഓഫ് ചെയ്താൽ. അങ്ങനെ ഒരു സ്വിച്ച് അതിനുണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമതൊരു സ്വിച്ച് വരുന്നത് ഹൈബ്രിഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാറിൽ നിന്നും ഉള്ള സപ്ലൈനെ അതേപോലെ തന്നെ നമ്മുടെ KCBയിൽ നിന്നുള്ള സപ്ലൈയും രണ്ടും കൊണ്ടും ചാർജ് ചെയ്യാൻ, അതായത് പകൽ സമയത്ത് നമ്മൾ സോളാറിൽ നിന്നും വർക്ക് ചെയ്യിപ്പിക്കും, വൈകുന്നേരം ആകുമ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും സോളാർ ഓഫ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ KCB ലൈനിലേക്കും ചാർജിങ് മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന ആ ഒരു സിസ്റ്റത്തിലേക്കും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതിനാണ് രണ്ടാമതൊരു സ്വിച്ച് കൂടി നമ്മളതിൽ സാറിന് ഇതിൽ അല്ലെങ്കിൽ സോളാർ ഇൻവെർട്ടറുകളെല്ലാം അങ്ങനെ ഒരു രണ്ടാമതൊരു സ്വിച്ച് കൂടി വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 2 സ്വിച്ചുകളുണ്ടാവും. അതിനെ കഴിഞ്ഞൊക്കെ പ്രധാനമായിട്ടും സോളാർ ഇൻവെർട്ടറിനെ സാധാ ഇൻവെർട്ടറുമായിട്ട് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്
അതിനകത്തുള്ള ഒരു പ്രോഗ്രാമിംഗ് സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ ഇൻവേർട്ടറുകൾക്കകത്ത് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററിയിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്ക് കറണ്ട് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ലൈനുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും ബാറ്ററിയിൽ നിന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല, അങ്ങനെ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് വൈദ്യുതി ഉള്ള സമയത്തും സോളാറിൽ നിന്നുമുള്ള സപ്ലൈ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ KCB ലൈനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഈ ഇൻവെർട്ടർ സോളാർ ഓപ്ഷനിലേക്ക് വല്ല സോളാറിലായിരിക്കും നമുക്ക് പകൽ സമയത്തും രാത്രിയിലും ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം, അതിനൊരു പ്രോഗ്രാം അതിനകത്ത് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം സോളാർ ഇൻവെർട്ടറുകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്യുന്ന എപ്പോഴും നമ്മുടെ പാനൽ എന്തുമാത്രം എത്ര പാനലുണ്ട്, 1 2 3 എത്ര പാനൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി 200 400 AH എത്ര ബാറ്ററി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എത്ര ലോഡ് എത്ര വാട്ട് നമ്മൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടോ, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇതെല്ലാം കണക്റ്റ് ആക്കിയിട്ടുണ്ടോ, അതോ ലൈറ്റിങ് മാത്രമേ ഉള്ളൂ, ഫാനും ലൈറ്റും മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ളതിനൊക്കെ ആശ്രയിച്ച് ഓരോ വീടിനും അനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം റെഡിയാക്കി വെക്കാനായിട്ടുള്ള സംവിധാനം ഈ സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ അതിനകത്തുണ്ടാവും, സാധാരണയാണെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും സോളാർ ഇൻവെർട്ടറും സാധാ ഇൻവെർട്ടറും തമ്മിൽ തിരിക്കാവുന്ന, അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലായിട്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കാര്യം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകളെ സോളാർ ഇൻവെർട്ടറാക്കി മാറ്റാൻ പറ്റും. ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സാധാ ഇൻവെർട്ടറാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്, അതിന് നമുക്ക് സോളാർ പാനലൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ഓപ്ഷൻസാണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻവെർട്ടറിനെ നമ്മളൊരു എക്സ്ചേഞ്ച് ആയിട്ട് മാറ്റിയതിന് ശേഷം ഒരു സോളാർ ഇൻവെർട്ടർ നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ. അപ്പോൾ അതിനകത്ത് ഒരു പ്രശ്നമില്ല, കാരണം നമ്മളുടെ ആ ഇൻവെർട്ടറിന് ഒരു വിലയിട്ട് അവരെടുക്കുന്നു, അതിനുശേഷം നല്ല ക്വാളിറ്റിയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ ഇൻവെർട്ടർ നമുക്ക് നൽകുന്നു. അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ സാധാ ഇൻവെർട്ടറിനകത്തുള്ള ആ ബോർഡ് മൊത്തത്തോടെ മാറ്റിയതിന് ശേഷം നമുക്കൊരു സോളാറിൻ്റെ ബോർഡ് അതിനകത്തേക്ക് കയറ്റാം. സോളാർ ഇൻവെർട്ടർ പ്രോഗ്രാമിങ്ങും എല്ലാം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബോർഡ് ഇട്ട് അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുകയാണെന്നുവെങ്കിൽ നമുക്കതിനെ സോളാർ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാറിന് ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് രണ്ടാമതുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. മൂന്നാമത് വേറൊരു അടുത്ത ഓപ്ഷൻ വരുന്നത് ഇത് കൺവേർഷൻ കിറ്റുകളുണ്ട്. അതായത് നമുക്ക് സാധാരണ ഇൻവെർട്ടറിൽ സോളാർ ഇൻവെർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കിറ്റുകൾ ഇപ്പം നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഷോപ്പുകളിലും നമുക്ക് അങ്ങനത്തെ കിറ്റുകൾ അവൈലബിൾ ആണ്. അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള കിറ്റുകൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ള കിറ്റുകൾ വെച്ച് ഇതെല്ലാം കംപ്ലയിൻ്റ് ആണ് പൊതുവെ കാണിക്കുന്നത്. നമ്മൾ പലയിടത്തും പോയി നോക്കാറുണ്ട് കംപ്ലയിൻറ്റ് വന്നിട്ട്. അപ്പോൾ ഈ കിറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ഈ നമ്മുടെ സോളാർ ഇൻവെർട്ടറിനകത്ത് അത് നമ്മൾ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് സെൻസ് ചെയ്യും. അതുപോലെ തന്നെ ഈ കിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് സെൻസ് ചെയ്യും. അപ്പോൾ ഈ കിറ്റിനകത്ത് സെൻസ് ചെയ്യുന്ന ആ വോൾട്ടേജും ബാറ്ററിക്കകത്ത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അതിൻ്റെ ആ കാലിബ്രേഷനിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഇത് പ്രോബ്ലമാണ് ഈ കൺവേർഷൻ കിറ്റുകൾ ഉപയോഗിച്ചാൽ. കാരണം നമ്മളൊരു 5-10 വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു സിസ്റ്റം വാങ്ങിക്കുന്നത്. അപ്പം അത് പെർഫെക്റ്റായിട്ട് ഓടാൻ വേണ്ടി ഒരു ചെറിയ റേറ്റിനകത്തുള്ള വ്യത്യാസം നോക്കി നമ്മളത് ചെയ്യരുത്. എപ്പോഴും നമ്മൾ കൺവേർഷൻ കിറ്റുകൾ വെക്കാതെ കൊണ്ട് നമ്മൾ ഒറിജിനൽ സോളാറിൻ്റെ ബോർഡുകൾ തന്നെ വെച്ചുകൊണ്ട് തന്നെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, നമുക്ക് സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ ഇൻവെർട്ടറിൽ നിന്നും മറ്റൊരു വ്യത്യാസവും കൂടി ഉണ്ട് കേട്ടോ. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഇൻവെർട്ടറിലെ കഴിഞ്ഞ് കൂടുതൽ ടൈം ഇത് വർക്ക് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻവെർട്ടറാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ കറണ്ട് പോയാൽ അരമണിക്കൂർ സമയം മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്, അതായത് ബാറ്ററിയിൽ നിന്നും വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം കറണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ചാർജിങ് മോഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അതിന് വർക്ക് ചെയ്യുന്നത് അരമണിക്കൂർ 1 മണിക്കൂറോ ചില അപൂർവം ദിവസങ്ങളിൽ മാത്രമായിരിക്കും കൂടുതൽ സമയം 2, 3, 4 അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ സോളാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സോളാറിൽ നിന്ന് സപ്ലൈ ഉള്ളതിനെ എപ്പോഴും അത് വർക്ക് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ആ സോളാറിനെയും ബാറ്ററിയെയും സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് എപ്പോഴും സോളാറിൽ ഓടുമ്പോൾ അത് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് ഈ ഇൻവെർട്ടറുകൾക്ക് വരുന്നത് കൊണ്ട് തന്നെ അതിനകത്തെ കമ്പോണൻസുകളും അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമറും എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലായിരിക്കും സാറിന് ഇതിൽ ചെയ്യുന്നത്. കോപ്പറൊക്കെ ഇട്ട് അതുപോലെ CRGO കോറൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്ഫോർമറും മോസ്ഫെറ്റൊക്കെ ആണെങ്കിലും നല്ല പവർഫുള്ളായിട്ടുള്ള മോസ്ഫെറ്റും ഒക്കെ ഇട്ടിട്ടായിരിക്കും അത് ചെയ്യുന്നതെന്നുള്ളൊരു വ്യത്യാസവും സാധാരണ ഇൻവെർട്ടറിൽ നിന്നും ഈ സോളാർ ഇൻവെർട്ടറുകൾക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ സോളാറും ഇതും സാറിന് ഇൻവെർട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് ചെയ്യുക.
നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് അടിക്കരുത്. ടെക്സ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിന് മറുപടി തരാൻ ബുദ്ധിമുട്ടായിരിക്കും. വോയിസ് വിടുകയാണെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലോ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി തരാനായിട്ട് സാധിക്കും. അപ്പോൾ മെസ്സേജ് വിടുകയാണെങ്കിൽ വോയിസ് മെസ്സേജ് വാട്സാപ്പിൽ വിടുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് വിടാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇതിന് പ്രയോജനപ്രദമായെങ്കിൽ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.